വെൽക്കം ടു മംഗോളിയ. ഇവിടെ കണ്ടോ, ഇത് വൾച്ചറാണ്. ഇത് മനുഷ്യന്റെ എന്തോ ഹൈർമക്ക് എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനമാണ്. എന്താണ് അടിപൊളിയേട്ടാ. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ നൊമാഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമ്മുടെ മംഗോളിയയിലെ ഒരു സ്ഥലത്തെ ഗിറിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മംഗോളിയൻ നൊമാഡ്സിന്റെ ഗിറ്. ഇതുപോലെ തന്നെ കുറേ ഇതുണ്ട്. ഇത് ആക്ച്വലി ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു നൊമാഡിന്റെ ഗിറിൽ വന്നതെന്നല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ ഞാനും കുറച്ച് മംഗോളിയൻ സുഹൃത്തുക്കളോടൊപ്പം വന്നതാണ്. ഇതൊരു ലേക്കാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ഇവർ രാവിലെ തന്നെ അയ്യോ, ആ കുതിര ഓടിപ്പോയി. ആ കുതിര രക്ഷപ്പെട്ടു. ആ ചെറിയൊരു കുതിര. ഇവരെന്ന് പറയുമ്പോൾ കൊച്ചു കുതിരയെ വലിയ കുതിരയിൽ നിന്ന് വേർപിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് കൊച്ചു കുതിരയെ പിടിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി അവിടെ കെട്ടിയിടുന്ന പുള്ളിക്കാരെ കൊണ്ട് പിടിക്കാമെന്ന് നിങ്ങൾ പോയി നോക്കിയേ. അതിനെ പിടിച്ച് നമ്മുടെ ലേക്ക് ഈ കാണുന്നതാണ്. ഈ കാണുന്നത് നല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ടുള്ള ഒരു ടൂറിസ്റ്റിക് ലേക്കാണ്. ആളുകൾ ശനി ഞായറൊക്കെ കുടുംബമായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഒരു ലേക്കാണിത്. വലിയൊരു ലേക്ക്, നല്ല രസമുണ്ട്. ഫുള്ള് പച്ച പുല്ലായിട്ട് കിടക്കുകയാണ്. ആ കാണുന്നത് നമ്മുടെ ഷീപ്പാണ്. ഷീപ്പിൻ കൂട്ടമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ പിടിച്ചോണ്ട് പോവാണ്. പിടിച്ചോണ്ട് പോയിട്ട് തൊട്ടപ്പുറത്തുള്ള അവിടെ തണ്ടേ അവർ കൊണ്ട് കെട്ടിയിടും. ഇവിടെ ഓരോ ഇവരുടെ കുതിരയാണെന്ന് അറിയാം. ഇവർ സിമ്പിൾ അടിച്ചിട്ടുണ്ട്. സ്റ്റാർ. ആ കുതിരയിലും സ്റ്റാർ, പക്ഷെ അത് മങ്ങിപ്പോയി എന്ന് തോന്നുന്നു. പല കുതിരകളിലും ഇവർ സ്റ്റാർ അടിച്ചിട്ടുണ്ട് അതിൻ്റെ ചന്തി ഭാഗത്തായിട്ട്. എനിക്കൊന്ന് പച്ച കുത്തി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നത്. നല്ല രസമുണ്ട് ഈ സ്റ്റാർ. കണ്ടോ സൈനോ അവർ വിചാരിക്കുവാണ് ഞാൻ എന്ത് ഭാഷയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെ നോക്കുവാണ്. എനിക്കൊന്ന് ഇതിൻ്റെ ഉടമസ്ഥതയിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു. ഇവരുടെ ബൈക്കുകളൊക്കെ കണ്ടോ. ഇവർക്ക് ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലെ യമഹ, ഹോണ്ട അതുപോലത്തുള്ള ഈ ബൈക്കൊക്കെയാണ്. ഈ ബൈക്ക് ഉപയോഗിച്ചാണ് ഇവർ ആട്ടിട മേയ്ക്കാനൊക്കെ പോകുന്നതും സംഭവങ്ങളൊക്കെ ചെയ്യുന്നതും. അടുത്തതിനെ പുള്ളിക്കാരൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അയ്യോ, അതിനെ ഈസി ആയിട്ട് പിടിച്ചോ. ഇവർ ആ കയറിൽ കമ്പ് വെച്ചിട്ട് ഒരു കുരുക്കിടും. അങ്ങനെയാണ് കേട്ടോ. നോക്കി, ഇനി അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ അവർക്ക് ആവശ്യമുള്ള ഇതിടും. പിടിച്ചു അതിന് ആ കമ്പ് അവർ വെറുതെ വിടും. അപ്പോൾ അത് ടൈറ്റ് ആകും. കണ്ടോ, നല്ല മുതുക്കം കുതിരകളാണ്. ഇതിൻ്റെ സൈസൊക്കെ കണ്ടോ. ആ ചെറിയ കുതിരേനെ തന്നെ അവർക്ക് പിടിക്കാൻ ഭയങ്കര പാട്. നല്ല ബലമുണ്ട്. എന്തിനാന്തോ ഈ ഇങ്ങനെ ബാക്കിട്ട് ഇങ്ങനെ ആട്ടിക്കളിക്കുന്നത് എന്താന്തോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവരും എനിക്കൊന്ന് ഈച്ച വച്ചാതിരിക്കാൻ വല്ല ആക്കുന്ന എന്നെ. നല്ല നീളം മുടിയോ പോലെ കണ്ടോ. ഞാൻ നിങ്ങൾക്ക് ഗിറിൻ്റെ അകം ഒന്ന് നല്ലതുപോലെ കാണിച്ചു തരാം. ഇവിടെ അവർ നമുക്ക് തീയൊക്കെ വെച്ച് ഇതാക്കാൻ വേണ്ടി ഒരു സംവിധാനമുണ്ട്. നമുക്ക് ചൂട് വരുത്താനും നമുക്കിവിടെ ഭക്ഷണം പാകം ചെയ്യാനും. ഇതുപോലെ അവർ കട്ടിലിട്ടയ്ക്കും. ഇതല്ല, ഈ എക്സാക്ട്ലി അല്ല, ഇത് ടൂറിസ്റ്റിന് വേണ്ടിയുള്ള ഒരു ഗിറാണ്. ഇതിൻ്റെ അകത്ത് അവരുടെ TV എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഇതവർ ഓരോ സമയം കൂടുമ്പോൾ ഇത് അവർക്ക് ടെമ്പററി ആയിട്ട് ഉള്ള ഒരു സാധനമാണ്. ഇതൊക്കെ അവർക്ക് പൊളിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കണ്ടോ, ഇതെല്ലാം പൊളിച്ച് അവർക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാം. ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുമ്പോൾ പണ്ട് നൊമാഡിക് ഫാമിലീസ് ഈ ഇങ്ങനെ
കഴുതേനെയും പശുവിനെയും കുതിരകളെയൊക്കെ മേയിച്ച് നടക്കുന്ന നൊമാഡിക് ഫാമിലികൾ അവർ വിന്ററിന് മാറും, സമ്മറിന് മാറും. സമ്മറിന് ഇപ്പോൾ ഇവിടെ പുല്ലുകളുണ്ട്, പക്ഷെ ഇവിടെ വിന്ററിന് ആകുമ്പോൾ ഫുൾ ഐസാവും. അപ്പം ആ ഐസ് സ്ഥലത്ത് ചെറിയ വേറെ ഏതെങ്കിലും ഒരിടത്ത് ചെറിയ പുല്ലുകൾ കാണും. അപ്പം അതിനുവേണ്ടി അവർ അങ്ങോട്ട് മാറും. അപ്പം അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ ഒരു കൺസെപ്റ്റിലുള്ള ഒരു സംഭവമാണ് ഇതിപ്പോൾ ടൂറിസ്റ്റുകൾക്കും ചെയ്യേണ്ടത്. പിന്നെ സാധാ കുറേ നൊമാഡിക് ഫാമിലികളും അങ്ങനെ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് മംഗോളിയയിലെ എവിടെ ഔട്ട്സ്കട്ട് നോക്കിയാലും നിങ്ങൾക്ക് ഈ ഗിറുകൾ കാണാൻ കഴിയും. നല്ല രസമുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ടേബിളുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ അവർ TV അവരുടെ എല്ലാ ജീവിതങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവേണ്ടതാണ്. ബട്ട് ഇത് നമുക്കൊരു ടൂറിസ്റ്റിന് വേണ്ടിയുള്ള സംഭവം കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ മറ്റൊരു ഗിറാണ്. അതിൽ ഇന്നലെ മദ്യപിച്ച് എല്ലാവരും ലക്കിട്ട് കിടന്നുറങ്ങുവാണ്. ആരും എണീറ്റില്ലേ? ബ്രോ പിന്നെ കുടിക്കാത്തോണ്ട് നമുക്കൊരു കമ്പനി കിട്ടി നേരത്തെ അല്ലേ. ഇതാ എല്ലാവരും കിടന്നുറങ്ങുവാണ്. ഇന്നലെ ഇവിടെ ബാർബിക്യൂവും കുറേ പരിപാടികളുണ്ടായിരുന്നതാ. ഇതാണ് നമ്മുടെ പറയൂ, പേര് പരിചയപ്പെടുത്തുമോ? സനേഷ് ബ്രോ. സനേഷ് ബ്രോ എന്ത് ചെയ്യുന്നു? അത് ഇന്നലെ വീഡിയോ കണ്ടില്ലെങ്കിലും ആരെങ്കിലും, ഇത് വേറെ വീഡിയോയാ. ഇങ്ങോട്ട് നോക്ക്, വെയില്. സനേഷ് ബ്രോ ഇവിടെ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു എനിക്കറിയാം. എന്ത് വർക്ക് ചെയ്യുന്നു എന്ന് പറയും. സൊല്യൂഷൻ ആർട്ടിട്ട്. എത്ര വർഷമായി? എങ്ങനെയുണ്ട് മംഗോളിയ? ജോലി എങ്ങനെ? ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ്. ആ, ജോലിയൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, ഇവിടെ ഭാഷക്കുള്ള ഭാഷ ഇംഗ്ലീഷ് കുറെ പേർക്കൊന്നും അറിയില്ല. യങ്സ്റ്റേഴ്സിന് അറിയാം, പക്ഷെ വയസ്സ് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇംഗ്ലീഷ് ഇല്ല. അത് ചൈനയിൽ പോകുമ്പോ മതിയാവും. അവിടെ അത് ഒരുത്തനും ഇംഗ്ലീഷ് അറിയൂടാ. ചൈന പോലെയല്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാം. ഇങ്ങനെ പോകുന്നു. ഇവിടെ ഈ ടൈം വല്ല കുഴപ്പമില്ല. പക്ഷെ ഡിസംബർ ജനുവരിയൊക്കെ വന്നാൽ പൊട്ടു. ഇവിടെ വരാൻ പോലും പറ്റില്ല. -40 പുറത്തിറങ്ങാൻ പറ്റില്ല. അമ്മാതിരി തണുപ്പ്. മംഗോളിയയിൽ ഇഷ്ടപ്പെടാത്ത സംഭവം എന്താ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എക്സ്പെൻസീവ് അല്ലേ? എക്സ്പെൻസീവ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ്. നമ്മള് വിചാരിക്കുന്ന പോലെയല്ല. മംഗോളിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇവിടെ 2-3 ചേട്ടന്മാർ മീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൈനോ ഫിഷ് യു ഫിഷിങ്. പുള്ളിക്കാരതാ അവര് മീൻ പിടിച്ചിട്ട് വന്നതാണ്. രാവിലെ ഈ ലേക്കിൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് വന്നതാണ്. ഇവരൊക്കെ ഇതുപോലെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നവരാണ്. ഓ, അടിപൊളി കേട്ടോ, വലിയ മീൻ. എൻ്റെ അമ്മോ, നൈസ്. ഇന്ത്യ എന്താ പറയുന്നേ? പുള്ളിക്കാരൻ ഇന്ത്യയിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, ഇന്ത്യയിൽ പോയിട്ടുണ്ടോ? ഇൻസ്റ്റയില്. ഇവിടെ അവർ അറക്കുവാണ് മത്സ്യത്തെ, മീൻ മാംസം. അവര് 2ആയിട്ടാക്കിയിട്ട് അതിന്റെ നടുക്കെല്ലാം എടുത്ത് കളയുന്നു തോന്നുന്നു. Are you going to grill? You gonna grill? ഗ്രില്ലടിക്കാൻ വേണ്ടി പോവാണ്. അറക്കുന്ന കാഴ്ച ഉണ്ടോ? ഓ, മീനിന് ഇപ്പോഴും ജീവനുണ്ട്. നല്ല കട്ടിയുണ്ടല്ലോ. മീനിന്റെ അകത്ത് മീനിന്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. മീനിന്റെ അകത്ത് അയ്യോ, ഗർഭിണിയായി. മീനെ കടിച്ചു തന്നെയാണോ അതോ ഗർഭിണിയാണോ? ഇവിടെ കണ്ടോ, ഇവിടെ കഴുകൻ പറക്കുന്നുണ്ടോ? കഴുകനല്ല, പരുന്ത് പറക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു എന്തോ മൃഗത്തിന്റെ ഡെഡ് ബോഡിക്ക് മുഴുവൻ ചുറ്റുമായിട്ട് ഈ വലിയ വത്സർ എന്ന് അതിനെ കഴിക്കുവാണ് കേട്ടോ. ഗ്രില്ല് റെഡി ചെയ്യാനുള്ള അവരുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഇവരെ ഇവിടെ പറഞ്ഞ് നമ്മൾ മെയിൻ റോഡിലോട്ട് പോവാണ്.
ഇതൊക്കെ ഫാമിലി ആയിട്ട് വന്ന് ക്യാമ്പ് ചെയ്തുള്ള ആളുകളാണ്. കാറും ക്യാമ്പൊക്കെ ആയിട്ട് ഇവിടെ ക്യാമ്പിംഗ് കൾച്ചർ ധാരാളമായിട്ട് ഈ ഒരു രാജ്യത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു പോവാണല്ലേ. നിങ്ങൾ ഇവിടെ എത്ര ദിവസം കാണും? ഞാനാ ഈ വർഷം കൂടെ ഉണ്ടാവും. ഈ വർഷമല്ല, ഇവിടെ ഇവിടെ നാളെ പോയി. നാളെ ഇവര് പോവും. ഈ കാണുന്നതാണ് നമ്മുടെ ലേക്ക്. ലേക്കിന്റെ പേരെന്തായിരുന്നു? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലേക്ക് ബ്രോ? ഉഗിനൂർ ലേക്കാണ് നമ്മുടെ. നല്ല തണുത്ത വെള്ളം കണ്ടിട്ട്. ഇവിടെ വന്നിട്ട് രാവിലെ തന്നെ പല ആളുകളും ചൂണ്ട ഇട്ടോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചൂണ്ടയിടുന്ന ആൾക്കാരാണ്. 20 കിലോമീറ്റർ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് മെയിൻ റോഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് മെയിൻ സബ് റോഡാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടരുകയാണ്. ഇവർ 2 ദിവസം ഇവർ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇനി ആക്ച്വലി ഞാൻ മംഗോളിയയിൽ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. എൻ്റെ പ്ലാനെല്ലാം മാറി. റഷ്യൻ വിസ കിട്ടാത്തതുകൊണ്ട് ഇതൊക്കെയാണ് പ്രശ്നം. റഷ്യൻ വിസ കിട്ടാത്തതുകൊണ്ട് എനിക്കിനിയിപ്പോൾ ചൈനയിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. വിസ വേണം. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് എങ്ങോട്ടെങ്കിലും പോവേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവരെ വിട പറഞ്ഞ് പോവുകയാണ്. താങ്ക് യു ബ്രോ, താങ്ക്സ് ഫോർ എവറിത്തിങ്. ഓക്കെ, സി യു. ഓക്കെ, സി യു. ഞാൻ ബ്രോ കാണാം. കണ്ടതിൽ വളരെ സന്തോഷം. വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ. പുള്ളി കണ്ണൂരുകാരനാണ്. അവിടെ കണ്ണൂരിൽ എവിടെയാ? തളിപ്പറമ്പ. തളിപ്പറമ്പിലാണ് പുള്ളിയുടെ സ്വദേശം. എൻ്റെ അമ്മോ, പറക്കുവാണല്ലോ. ഇവിടുത്തെ മംഗോളിയൻ നൊമാഡ്സ് ആണ് കേട്ടോ. ഹലോ, സൈനോ. ഇവരുടെ ഡ്രസ് അടിപൊളിയാണല്ലോ. നൈസ് ഡ്രസ്. ഹൗസ് ഇവരുടെ ഹൗസ് ആണ് കേട്ടോ. ആ ഒരു യു സ്പീക്ക് ഇംഗ്ലീഷ്? No. Can I drive this? Can I? അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. തീശേ maybe we walk. Yeah, we see. അവന്മാര് മംഗോളിയൻ ചെക്കന്മാര് പുല്ലിന്റെ അവിടോട്ട് പോവാണ്. ഇവരുടെ ചെറിയ പയ്യന്മാരാണ് കണ്ടിട്ട്. ഇവരുടെ കുതിരകളെയും ഇതിനെയൊക്കെ മേയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ഇവരുടെ ഹട്ടാണ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഹട്ടാണ്. ഇവർ പറഞ്ഞു നമ്മുടെ ഹട്ടിലോട്ട് പോകാൻ പറഞ്ഞു. അവിടെ അവരുടെ കുറച്ച് കുതിരയൊക്കെ അപ്പുറത്ത് ഭാഗത്ത് നിൽപ്പുണ്ട്. ബട്ട് നമ്മൾ ഇനി ഹിച്ചേക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ? പറക്കുവാണ് അവന്മാര്, പറക്കുവാണ്. കുതിരയെ മേയ്ക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് കേട്ടോ അവര് ബൈക്കിലോ. നമ്മള് മാക്കാൻ നടക്കുവാണ്. ഇവിടെ വണ്ടികളൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. വിചാരിക്കുന്ന പോലെ അല്ല. ഓ അയ്യോ, അവസാനം ഒരു കാറ് നിർത്തിയിട്ടുണ്ട്. ഭാഗ്യം കേട്ടോ. ഫൈനലി നമുക്ക് ബയർലല്ല നല്ലൊരു ഫാമിലി നമുക്ക് ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അയ്യോ നോക്കി ഒരു കൊച്ചൊക്കെ അതിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ബയർലല്ല ആന്റി, ബയർലല്ല. അവര് വേറെ കാറിൽ 2 പേരേ ഉള്ളൂ. അപ്പൊ അതിൽ കയറ്റാന്ന് പറഞ്ഞു തോന്നുന്നു. ബയർലല്ല. You have this? Nice. Can I see? വേണ്ടേ? പുള്ളിക്കാരന്റെ സിൽവർ പല്ലാണ്. This good. Is good. നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോലെ ഇവര് സ്വർണ്ണപ്പല്ലും സിൽവർ പല്ല് പുള്ളിക്കാരൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഫാമിലിയുടെ കൂടെയാണ് ലിഫ്റ്റ് കിട്ടിയത്. സൈനോ. ഓ നോക്കിക്കേ, എന്ത് സ്നേഹം. ഓ ബയർലല്ല. നോക്കി അവൻ ചിപ്സ് ഇങ്ങോട്ട് ഓഫർ ചെയ്തത്. സൈനോ. നല്ല പയ്യൻ. Bro.
ബറോസ് ബ്രോ അവൻ എന്താന്ന് പറയില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നില്ല. ഞാൻ മീശയൊക്കെ വിരിച്ച് അവന് കാണിച്ചു കൊടുത്തു. ബറസ് ബ്രോ ബറസ് ബ്രോ സേ തെറി വിളിക്കുന്ന എന്നെ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് രസമല്ലേ അവന്റെ കണ്ണ് കണ്ടില്ലേ? കണ്ണ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കുഴിപ്പല്ലാണ് ഫുള്ള് കടിച്ച്. ഭക്ഷണമൊക്കെ കഴിച്ച് ചോക്ലേറ്റ് കഴിച്ചു. അവന്റെ പല്ലെല്ലാം പോയിട്ടുണ്ട്. കണ്ണ് എന്ത് രസം, അടിപൊളി കണ്ണ്. പോകുന്ന എല്ലാ വഴിയിലും ഇതുപോലെ ഗിറുകളും അതിന്റെ തൊട്ടടുത്തായിട്ട് ഇവരുടെ കന്നുകാലികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഉണ്ടോ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ കാറാണ്. ഇവിടെ എല്ലാത്തിനും ഭയങ്കര വിലയാണ്. ഇവിടെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്താണല്ലോ വരുന്നത്. പുറത്തുനിന്ന് അവര് ഇമ്പോർട്ട് ചെയ്താണല്ലോ ഇങ്ങോട്ട് വൈപ്പിക്കുന്നത്. എന്താ നല്ല രസമുള്ള പയ്യനാട്ടോ. അതുകൊണ്ട് തന്നെ ഇവരുടെ വണ്ടിക്ക് കാറിനൊക്കെ എന്ന് പറയുമ്പോൾ നല്ല പൈസയാണ്. അതുകൊണ്ട് കൂടുതലും പഴയ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെയാണ് കൂടുതൽ ആളുകൾ വാങ്ങുന്നത്. പിന്നെ ഇവരെല്ലാം വെള്ളിയാഴ്ച ആകുമ്പോൾ അല്ലെങ്കിൽ ശനിയാഴ്ച ആകുമ്പോൾ ഇവർ സിറ്റിക്ക് പുറത്തോട്ട് പോകും. എല്ലാ ആളുകൾക്കും സമ്മർ ക്യാമ്പുകൾ കാണും. സമ്മർ വീടുകൾ ഇവർക്ക് എല്ലാവർക്കും സിറ്റിയുടെ പുറത്ത് കാണും. അവിടേക്ക് ഇവർ പോയി സ്റ്റേ ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് വരും. അതാണ് ഇവരുടെ പരിപാടി. വിൻ്ററിന് വിൻ്റർ ക്യാമ്പ് വല്ലതുമായിരിക്കും, അല്ലെങ്കിൽ വിൻ്ററിന് അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. സമ്മർ ക്യാമ്പിൽ ഇവർ സമ്മർ സമയത്ത് ഇവർ പുറത്തോട്ട് പോകും ഇവരുടെ കുട്ടികളെയൊക്കെ കൊണ്ട്. അങ്ങനെയാണ് ഇവരെല്ലാവരും പോകുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും സ്വന്തമായിട്ട് തന്നെ അവരുടേതായിട്ടുള്ള സമ്മർ ക്യാമ്പുകൾ കാണും. എന്തൊക്കെയാ പറയുന്നുണ്ട്. വെൽക്കം ടു മംഗോളിയ. വെൽക്കം 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 വെൽക്കം. ഇവൻ അഭിനയത്തിന്റെ ഡ്രാമ കിങ് ആണ്. വെൽക്കം നോട്ട് യെസ് നോ വെൽക്കം ടു മംഗോളിയ. വെൽക്കം വെൽക്കം മംഗോളിയ 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 മംഗോളിയ. Yeah, welcome to Mongolia. Oh, good boy. Yes. നല്ല അടിപൊളി പയ്യനാണ് കേട്ടോ. താങ്ക് യു. വേറല്ല ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എന്താ വേറല്ല നമ്മൾ വേറൊരു സ്ഥലത്ത് ഇതിനിടയിൽ ഇറങ്ങിയായിരുന്നു. വീണ്ടും ലിഫ്റ്റ് അടിച്ചപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആളുകളാണ് കേട്ടോ നമുക്ക് വീണ്ടും ലിഫ്റ്റ് അടിച്ച് നടത്തി തന്നത്. അയ്യോ നമ്മള് കാറ് ഫുള്ളാണല്ലോ. ഹലോ ഹായ് സൈനോ സൈനോ ബേർലല. ഇത് രണ്ടും അത് എന്ത് നല്ല ക്യൂട്ട് കേട്ടോ കൊച്ച് കേട്ടില്ലേ. ഓ അവര് നമുക്ക് കുക്കിയൊക്കെ ഓഫർ ചെയ്യാണ്. ഇവിടെ നല്ല സൈക്കിൾ ഓട്ടി ഇംഗ്ലണ്ടുകാരാണ് രണ്ടുപേരും സൈക്കിൾ ഓട്ടി പോകുന്ന കണ്ടോ. ഒരു നല്ല പ്രായമുണ്ട് കേട്ടോ. അവര് ബിസ്ക്കറ്റ് കൊടുക്കുവാണ് കേട്ടോ. അവർക്കും ഒരപ്പനും ഒരമ്മമ്മയാണ് കേട്ടോ. 2 പ്രായമുള്ള ആളുകളാണ്. അവര് വിയറ്റ്നാമിൽ നിന്ന് ഫ്ലൈ ചെയ്ത് ഇവിടോട്ട് വന്നു. എന്നിട്ട് ഇവിടെ 3 ആഴ്ചയായിട്ട് ഇപ്പൊ സൈക്കിൾ ഓട്ടി അടക്കുവാണ്. See ya. Take care. Bye bye. Stay safe too. Bye bye. അയ്യോ കേട്ടോ 2 സൈക്ലിസ്റ്റ് നൈസ് കേട്ടോ. Take care. Have a safe ride. You too. അങ്ങനെ അവരെ വിട പറഞ്ഞു. കണ്ടപ്പോ എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. അവരെ കണ്ടപ്പോ ഇവര് നമുക്ക് വണ്ടി നിർത്തി തന്നു. ബേർലല ഇവിടെ കണ്ടോ. ഇത് വൾച്ചറാണ്. ഇത് മനുഷ്യനല്ല എന്തോ ജീവിയുടെ അസ്ഥിക്കൂടം എന്തോ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതെല്ലാം പറന്നുപോയി ഈ വണ്ടി വന്നപ്പോ.
എന്ത് വലിപ്പമുണ്ട്, അത് എന്തോ പറന്നുപോയി നമ്മൾ കണ്ടപ്പോ. ഇതാ ഒരു ഒട്ടകത്തിന്റെ ഇത് കടിച്ച് അത് അതിന്റെ എല്ലും തോലുമാക്കി ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാ ഫുള്ള് ഈച്ച വെച്ച് ഇത് ഒരു കൂട്ടം വന്ന് കഴിക്കുന്നതാ. അതെന്നെ കൊത്താൻ വരുമെന്നോ, മറ്റേതെല്ലാം അങ്ങ് പോയതോ. ഇവിടെ പറന്നുപോയ കഴുകനെ തേടി നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. കഴുകനെല്ലാം പറന്നു പോയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ ഉടനെ. കഴുകെന്താ ഇവിടെ നിന്ന് ഇപ്പൊ താഴോട്ട് പറന്നു വരുമെന്നാണ് തോന്നുന്നത്. മെയിൻ റോഡിൽ നിന്ന് പുള്ളിക്കാരൻ്റെ ഏതോ ഒരു സുഹൃത്തിന്റെ ഇതിലോട്ട് ഗറിലോട്ട് പോവാണ്. അതാണ് നമ്മൾ അങ്ങ് ദൂരമായിട്ട് കാണുന്നത്. നമ്മളൊരു ഗറിലോട്ടാണല്ലോ ഇവര് കൊണ്ടുവന്നത്. അടിപൊളി. ഇതാ അങ്ങ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്. ഹലോ, അതെ ഹാൻഡി അവിടെ നിന്ന് നോക്കുന്നുണ്ട് നമ്മള്. യുവർ ഫ്രണ്ട് ഇവർക്ക് ഇവരുടെ കൂടെ പട്ടിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറച്ചി എന്തോ അരിയാണ് ആൻറ്റി. ഇവിടെ കുടുംബമായിട്ട് ഇവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട്. ഇതാണ് കേട്ടോ, ഇത് ഇവരുടെ കിച്ചൺ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതാ അവരവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കിച്ചൺ ആണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഇവിടെ വാഷ് ബേസിനുണ്ട്, എല്ലാ സംവിധാനവും. ഇത് കിച്ചൺ അവരുടെ ഗറാണ്. അവരുടെ വീട്ടിൻ്റെ ഗറിലോട്ട് നമുക്ക് പോയി നോക്കാം. ഇതാ ഇവരുടെ അവിടെ ബൈക്ക്, പിന്നെ അവരുടെ കൃഷിക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, സോളാർ പാനല്. ഇവിടെ നമ്മുടെ ഡിഷ്. സന വാവ്, സന അടിപൊളി. ഇവിടെ എന്താ കാടാണോ ഇത്? ഹലോ ഇതെന്താ ഇവര് തുറക്കുന്നേ? അവര് മുട്ടായി എന്തോ തുറക്കുന്നതാണ്, എന്തോ സാധനം. ഇവരുടെ ടേബിൾ എന്തോ തുറന്ന്. ഓ, ഇവരുടെ സ്റ്റോറേജ് റൂമാണ്. മുട്ടായിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റൂം. അതാ മുട്ടായി അതില് അവരെടുത്ത് നിറച്ചു വെച്ചു. ഇവിടെ അവരുടെ പഴയ കുടുംബ ഫോട്ടോയൊക്കെയാണ് ഇതാ ഇവിടെ വെച്ചിരിക്കുന്നത്. അവരുടെ മോനാണെന്ന് തോന്നുന്നു ഈ കാണുന്ന. ഹലോ, ഹായ്. ഗസ്റ്റ് വന്നോണ്ട് അവൻ ക്ലീൻ ചെയ്യാണ്. ആ ചീട്ട് കാർഡ് എന്തോ ക്ലീൻ ചെയ്യാണ്. കേട്ടോ, നോക്കിയ പൂച്ച നോക്കി നോക്ക്. കഴിച്ച് വലുതായിരിക്കുന്ന പൂച്ച. ഇവിടെ അവരുടെ നമ്മുടെ ബുദ്ധ ദൈവമൊക്കെ എന്നതാ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇവരുടെ ഹോഴ്സിന് വേണ്ടിയുള്ള സംഭവങ്ങള്. ഇതൊക്കെ എന്താ ഹോഴ്സിന്റെ സംഭവങ്ങൾ, ഇവരുടെ ഡ്രസ്സ്, അതൊക്കെയാണ് നമുക്കിവിടെ. ഇവിടെ എല്ലാം ഉണ്ട്. അവരുടെ വീടാണ് ഈ കാണുന്നത്. ഹലോ കറാച്ചു നല്ല രസമുണ്ട് കേട്ടോ ഈ പൂച്ച. ഇങ്ങനെ കിടക്കുവോ കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലി പൂച്ച. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതോ കറാച്ചു
ക്യാമറയിൽ ഹായ് പറയാം. പൂച്ചയെ ഇട്ട് ആക്കുന്നതാണല്ലോ കേട്ടോ. ഇവനാണ് കുണ്ടണി. കുണ്ടണി, വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? What is your name? You don't know your name? Who is this? I'm പൂച്ചയെ കൊല്ലും ദാ. നമ്മുടെ കൊച്ചു പയ്യന്മാരെ സൈക്കിളാണെന്ന് തോന്നുന്നു. ഇതാ ചെറിയ ആട്ടിൻകുട്ടികള്, നല്ല അടിപൊളി. ഹലോ, അവ എടുത്ത് കളിക്കുവാണല്ലോ. വാട്ട് ഈസ് ഹിസ് നെയിം? നെയിം ടോർച്ചർ ചെയ്യല്ലേടാ. അവൻ കുണ്ടണിയാണ് കേട്ടോ. കുണ്ടണി ബാബാ ഇവൻ പാവമാണ്, അവൻ കുണ്ടണിയുടെ ആശാനാണ്. ഇവിടെ അവർക്ക് ദാ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓപ്പണിംഗ് ആണ്, അവർക്ക് ലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടി. ഇത് അവരിങ്ങനെ താത്തിട്ട് അതിൻ്റെ ലൈറ്റ് പോവും കണ്ടോ. ഇപ്പം അതിൻ്റെ ഉള്ളിലോട്ട് കാറ്റൊക്കെ കയറും. രാത്രിയാകുമ്പോൾ ഇവർ ക്ലോസ് ചെയ്യും. അകത്തൊന്നും ക്ലോസ് ചെയ്യാനുള്ള സംഭവമുണ്ട്. ഇവിടെ ഡിഷൊക്കെ ഉണ്ട്. ഇതുപോലത്തെ ഇരുമ്പ് ഇതൊക്കെ ഇവർ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാ വെയിറ്റുള്ള സാധനങ്ങൾ ഇതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇവർ മുകളിൽ നിന്ന് ഇങ്ങനെ കെട്ടി വരുന്നത്. ഇതിവർക്ക് കെട്ടി ആക്കാൻ പറ്റും. അവർ അവിടെ അമ്മയും മോനും ഒന്ന് വോളിബോൾ കളിക്കുവാണ്. വോളിബോളും ബാസ്കറ്റ് ബോളൊക്കെ ഇവിടെ ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു ഗെയിംസാണിതാ. ഓ അമ്മ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അവൻ എന്നായിട്ട് ഓടിക്കുവാണ് കേട്ടോ. ഞാൻ വന്നിട്ട് എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുവാണ്. ഞാൻ സൈക്കിൾ എടുക്കുവാ. ബൈ. അവന് സൈക്കിൾ പൊക്കാൻ പറ്റല്ല. വാട്ട് ഈസ് ചോദിച്ചപ്പോ അവര് ഫുള്ള് ഇതിലാ പറയുന്നേ. ഇത് എനിക്ക് തോന്നുന്നു ഓക്കെ മനസ്സിലായി. അതെന്തോ എനിക്ക് തോന്നുന്നു മിൽക്കിന്റെ പ്രോഡക്റ്റ് ആണ്. നല്ല രസമുണ്ട്. അവരത് ഇതാക്കുവാണ്, കട്ടി അത് തീയിട്ട് ഇതാക്കുവാണ് സംഭവം. ഇതൊക്കെ അവരുടെ കിച്ചൺ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതാണ് അവരുടെ ഒരു ചെറിയൊരു കിച്ചൺ. ഇവിടെ നമുക്ക് വാഷ് ബേസിനും സംഭവമുണ്ട്. അതിൽ അവർ വെള്ളം നിറച്ചിട്ട് താണ്ടെ ഇവിടെ പൈപ്പ് തുറന്ന് നമ്മുടെ വാഷ് ബേസിനാണ്. പിന്നെ ഇവിടെ താണ്ടെ അവർ കുക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെയും നമുക്കിത്. പിന്നെ അവിടെ റെഫ്രിജറേറ്ററൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല, റെഫ്രിജറേറ്ററൊക്കെയാണ് അവിടെ കാണുന്നത്. ഓക്കെ ബൈറല്ല. താങ്ക് യു. മിൽക്ക്. അവര് നേരത്തെ ഉണ്ടാക്കിയ മിൽക്കാണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. മിൽക്ക് ഇതാ. എന്തിന്റെ മിൽക്കാന്തോ, പാലിന്റെ ആണോ എന്താന്ന് അറിയില്ല. കുടിച്ചോട്ടെ. ഇതിവരുടെ ആട്ടുംപാല, കുതിരപ്പാലാണെന്ന് തോന്നുന്നു. ദിസ് ഹോഴ്സ് മിൽക്ക് കൗ. ഓ കൗല് 1 ലിറ്റർ പശുവും പാലില് 10 ലിറ്റർ വെള്ളം ഒഴിച്ചു. അതുകൊണ്ടാണ് എനിക്ക് കുതിരപ്പാലും അല്ല തോന്നിയത്. കുതിരപ്പാലല്ല.
അവര് നമുക്ക് പാല് കുടിച്ചതിന് ശേഷം യോഗട്ട് കൊണ്ടുവരുവാണ്. കറക്കെന്ന് പറയുന്ന സാധനം, അതാണ് നമ്മുടെ യോഗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ യോഗട്ട്. അവരിവിടെ ബ്രെഡ്, ഹയർമക്ക് എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനമാണ്, എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വീറ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ ഫുൾ നേരം ഭക്ഷണമാണല്ലോ. ഗീ കഴിഞ്ഞിട്ട് അടുത്ത ഇവര് ഇതെന്താ മീറ്റിട്ട എന്തോ. വാട്ട് ഈസ് ദിസ്? കുർദിസ്ക തപ്ഷ. വാട്ട് ഈസ് ദ മംഗോളിയൻ നെയിം? ഷുർത്ത. ഷുൽത്ത എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനമാണ്. ഇതാ കുറെ മീറ്റും ഷീപ്പിന്റെ മീറ്റും നൂഡിൽസ് ഒക്കെ ഇട്ടുള്ള ഇതാണ് കേട്ടോ. നമുക്കിതും അവർ സെർവ് ചെയ്തിരിക്കുകയാണ്. അവരെല്ലാവരും അവിടെ നിന്ന് കുടിക്കുവാണ് കേട്ടോ, ഓരോരുത്തരായിട്ട്. അടിപൊളി സൂപ്പ് കേട്ടോ. അതിൽ നമ്മുടെ കുറച്ച് മീറ്റ് ബോൾസും. അടിപൊളി, നല്ല സൂപ്പ്. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ അവര് വീട്ടിൽ നിന്ന് ഇവിടെ നിന്നുള്ള എല്ലാ സാധനവും എടുത്തോണ്ട് പോവുകയാണ്. അതിൽ നമുക്കും ഒരു പങ്ക് താണ്ടെ ഗീ തന്നിരിക്കുവാണ്. വെൽക്കം ടു യു മംഗോളിയ. Welcome to you, Mongolia. Welcome to Mongolia. Okay? Welcome to Mongolia. അങ്ങനെ നമ്മളൊരു കുടുംബ ഫോട്ടോയൊക്കെ ഇവിടെ നിന്ന് എടുത്തു. ബയർലല എല്ലാവരുടെയും വെച്ച് ഇവിടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഇത് അവരുടെ ഫാമിലിയാണ്. അവർ രണ്ടൊരു സുഹൃത്തുക്കളാണ്. ബൈ 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 ബൈ. അങ്ങനെ അവസാനം നമ്മൾ അവിടെ നിന്ന് വിടപറയാണ്. നല്ല ഫാമിലിയാണ്, നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിങ്ങനെ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഒരു 3 മണിക്കൂർ. We spent around 3 hours, right? Thank you for the experience. Thank you. It's so nice. Yeah. Thank you so much. Bye la. Bye la. Bye bye. Bye bye. Thank you so much. Thank you. Bye bye. Hello. Yes. Hello. Where are you going? Wait. Bye. അങ്ങനെ നമുക്കൊരു വണ്ടി കിട്ടി. പുള്ളിക്കാരനെ കണ്ടിട്ട് പുള്ളിക്കാരൻ ആട്ടിടയാനാണെന്ന് തോന്നുന്നു. എങ്ങോട്ട് പോകുന്നതെന്നോ അറിയില്ല. Takasha Yoj Bainave Yugna Hashimchina Hashim me straight Hashimuchu straight Yugna you Sharun kilometer jaun Turjaun kilometer Turjaun Aro okay Aro കിലോമീറ്ററേ പോവുള്ളൂ എന്ന്. അത് എത്രയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല.
You going gir gir. Me gir gir. You are gir. Okay? പുള്ളിക്കാരൻ ഗിറിലോട്ടാണ് പോകുന്നത്. ഞാൻ ചോദിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത്, പുള്ളിക്കാരൻ്റെ ഗിറിലോട്ട് വരട്ടേന്ന്. പുള്ളിക്കാരൻ്റെ വണ്ടി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഗിറിലോട്ട് പോകുന്ന പുള്ളിക്കാരൻ ആട്ടിൻകുട്ടിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഗിർ ഗിർ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി കേട്ടോ. What happened to you? Why are you so silent? Good. Ekasuവിന്റെ റിക്കി, you're missing Ricky? What's the problem? You're missing Ricky? എനിക്ക് തോന്നുന്നു എക്കാസു റിക്കിയെ മിസ് ചെയ്യുന്നു. No. എക്കാസു മിസ്സിംഗ് റിക്കി. ഇല്ല. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഗിറില് നമ്മളും പോവുകയാണ്. പുള്ളിക്കാരൻ്റെ ഗിറ് സന്ദർശനം നടത്തി നിങ്ങൾക്കും അതിൻ്റെ കാഴ്ചകൾ കാണിച്ചിട്ട് വരാം. ഇവിടെ ഇതെല്ലാം ആളുകളെല്ലാം തിരിച്ച് ഉലാൻ ബത്താറിൽ പോകുന്ന വണ്ടിയുടെ തിരക്കാണ്. കാരണം എല്ലാവരും ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് താണ്ട് തിരിച്ച് ഉലാൻ ബത്താറിലോട്ട് പോവുകയാണ്. അതാണ് നമ്മളപ്പം ഗിറിൽ പോവുകയാണ്. ഓ, ഗിറ് ഏതോ ഒരു മലയിലാണ് ഇവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടെ. പക്ഷെ ഒരു 4 മാസം കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല രസം മാറി ഫുള്ള് മഞ്ഞായിരിക്കും. ഇവിടെ ഇവർക്ക് കുറെ കുതിരകളുണ്ട്, കുറെ കുതിരകളുള്ള. ഹലോ, ഹായ്. ചവിട്ടോന്തോ? ഹലോ. പാവം കേട്ടോ, ഇവ നല്ല നല്ല അച്ചടക്കമുള്ള കുതിരകള്. മറ്റേ അവിടത്തെ പോലെ അല്ല, ഇന്നലത്തെ പോലെ അല്ല. നല്ല കുതിരകള്. നമ്മൾ വേറെ അങ്ങോട്ട് നോക്കട്ടെ. അങ്ങോട്ടും വേറെ കുതിരകളൊക്കെ നിൽപ്പുണ്ട്. നല്ല കാറ്റും നല്ല തണുപ്പ്. ഇവിടെ അവരുടെ ഒരു ചുവന്ന കൊടിയൊക്കെ അവര് പാർപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ്, ഓരോന്നിനും മാറ്റി മാറ്റി അടികൂടാതിരിക്കാനായിരിക്കും. ഇവിടെ വേറൊരാളുണ്ടല്ലോ. ഹലോ, സൈനോ. പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ കെട്ടുവാണ്. നല്ല ആൾക്കാര്, നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് അവര് നമ്മളിങ്ങനെ നേരെ കൊണ്ടുപോകുന്നത് അവരുടെ വീട്ടിലോട്ടൊക്കെ. ഇവിടെ എന്താ ഇത് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ക്യാനാണെന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു ആൻറ്റിയൊക്കെ ഉണ്ട്. സേനോ. ഇവരുടെ ഹട്ട് ഇതാണ്ട്. അവിടെ വേറൊരു ഹട്ട്. അവിടെയും കുറെ വേറെ ആൾക്കാരുടെ ഇതാണെന്ന് തോന്നുന്നു. അവിടെയും കുറെ ഷീപ്പും ഇതൊക്കെയാണ്. ഇതാണ് കേട്ടോ ഇവരുടെ ഹട്ട്. ഇവരുടെ ഹട്ടിന്റെ അകത്ത് കണ്ടില്ലേ, ഇവരുടെ ഗിറിന്റെ അകത്ത് ഇതുപോലെ എന്തൊക്കെ ഗിറിന്റെ ഇവിടെ അവർ തുറന്ന് ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണ്. അത് അടയ്ക്കുമ്പോൾ കാറ്റൊന്നും കയറൂല. രാത്രിയാകുമ്പോൾ അടയ്ക്കുമെന്ന് തോന്നുന്നു. ഇങ്ങനെ അവർ ഇതാണ്ട്, ഇതാണ് അതിന്റെ തൂണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു കട്ടിൽ, ഇതെല്ലാം അവർ തുറന്നിട്ടൊക്കെയാണ്. രാത്രിയാകുമ്പോൾ ആ ഭാഗമെല്ലാം അവർ താഴോട്ട് അടയ്ക്കും. അപ്പം പിന്നെ കാറ്റൊന്നും കയറില്ല. അടിപൊളി. ഇവരെന്താ ചായ ആണല്ലോ നമ്മള്, എന്തോ ഒരു ബ്ലാക്ക് ടീയോ ഗ്രീൻ ടീ അങ്ങനത്തെ എന്താണ്, ഹെർബൽ ടീ. കുറെ പൊടിയൊക്കെ കിടക്കുന്ന കണ്ടോണ്ട് ഒക്കെ ഹെർബൽ ടീ എന്ന് പറഞ്ഞ അങ്ങ് കുടിച്ച് അതിൻ്റെ അകത്ത് കുറെ മുടി വരെ കിടപ്പുണ്ട്. അയ്യോ, ബെർലല. ഓ, ഇവിടെ അവര് പരിശീലിപ്പിക്കുന്ന നോക്ക്, അവരുടെ മക്കളാണെന്ന് തോന്നുന്നു. അടിപൊളി. ഈ കൊച്ചു പയ്യനാണ് ഇത്ര നേരം ഓടിച്ചുകൊണ്ടിരുന്ന 2 ചെറിയ പയ്യന്മാര്. അടിപൊളി. ഇവര് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഓടിക്കാൻ പോയിട്ട് വന്നേണ്. എന്നിട്ട് വേറൊരു കൊച്ചു പയ്യൻ സ്വന്തമായിട്ട് ഓടിച്ച് വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും കൊച്ചിലെ തന്നെ ഓട്ടിക്കാൻ വേണ്ടി പഠിക്കും. അടിപൊളി. നമ്മൾ അടുത്തൊരു കാറിൽ കയറുവാണ്. ഇതിൽ ഫുള്ള് ഫാമിലി ആണല്ലോ. ഹലോ, ഹായ്. Hello. Saino. Yeah. Where are you going? Straight? Yeah. Can you give us a ride? നമുക്ക് ഇതിലേക്കൂടെയാണല്ലോ ഉള്ളിലോട്ട് കയറണ്ടേ. ഇവിടെ കുറെ കുട്ടികളുണ്ട്. ഹലോ. How are you? What is your name? My name is
Balustin. Nei, det er jo snakker. You are Patros. You are Patros. Patros ഊട്ടാ. ഇവനാണ് നമ്മുടെ മലയാളി പത്രോസ് ഊട്ടൻ. പത്രോസ് വാ ഇവിടെ ഇരിക്കാം. ആ കേട്ടോ ഇവിടെ ഇരുന്ന കുട്ടികളെല്ലാം അവരാക്കി നമ്മുടെ ബാഗ് ഇതാ ഇവിടെ ഉണ്ട്. പത്രോസ് വാ 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 ഇവിടെ ഇരി. പത്രോസ് വാ. പത്രോസിനെ ഞാൻ മടിയിരുത്തിയിട്ടുണ്ട്. പത്രോസ് ഹായ് പറ. ഹായ്. പത്രോസ് ഇവിടെ പത്രോസിന്റെ കുടുംബ കുട്ടികളും ഉണ്ട്. ബല്ലബല്ല ബല്ലബല്ല ബല്ലബല്ല. Say something in English. You speak English? No. No? Mongolian? Say something Mongolian. Mongolian. Yes. Say. Mongolian. Say. Name. Garada. Bolarchuk. Bolarchuk. നമ്മുടെ യാത്ര തുടർന്നിട്ടുണ്ട്. 2 ചേച്ചിമാരുടെ ഒരു 4-5 മക്കളെയും കൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ. പത്രോസേട്ടാ പോവാം. പത്രോസ് കുണ്ടണിയാണ്. എന്റെ അടുത്ത് ഇത് കാണിച്ചിട്ട് പത്രോസ് വളവിട്ട് വന്നോട്ടോ. പത്രോസ് യു പത്രോസ് എന്റെ താടിയിലും മീശയിലൊക്കെ പിടിച്ച് കളിക്കുവാണ് കേട്ടോ. ഇവിടെ ഉള്ള ആളുകൾക്ക് താടിയൊക്കെ കുറവല്ലേ. നമ്മൾ ഇതുപോലെ ഒരു 150 കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ച് വരുമ്പോഴേക്കായിരിക്കും ഏതെങ്കിലും ഒരു ചെറിയൊരു ടൗൺ എത്തുന്നത് തന്നെ. ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഗ്രാമം എത്തുന്നത് തന്നെ. ഇത് അതിൻ്റെ ഉള്ള ഒരു സിഗ്നലാണ്. ഈ കാണുന്ന ഗ്രാമത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ചെറിയൊരു ഗ്രാമമാണ്. ആകെ കൂടിപ്പോയാൽ ഒരു 10,000-2000 പേര് താമസിക്കുന്ന സ്ഥലമായിരിക്കണം. എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഭയങ്കര എല്ലാരും നല്ല അടിപൊളി കുട്ടികളും ഭയങ്കര കമ്പനി. ഇതാ അടുത്ത ഒരാള് പത്രോസിന്റെ അനുയായികളുമാണ് കേട്ടോ. ഈ ഡോറ് തുറക്കില്ല, അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് വന്നത്. ഇവിടെ നമുക്ക് വഴിയിലുള്ള ഒരു ദാബ പോലത്തെ ഇടം. ആളുകൾക്ക് മൂത്രമൊഴിക്കാനും ആളുകൾക്ക് എന്റെ കയ്യിൽ നിന്ന് വിടുന്നില്ല കേട്ടോ. ആളുകൾക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനും അതിനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് കാണും. അവിടെ മസാജ് വരെ ഉണ്ട്. ഇതുകൊണ്ട് അവിടെ മൊറോക്കൻ മസാജാണോ? മസാജ് വരെ ഉണ്ട്. പിന്നെ വാഷ്റൂം സംഭവങ്ങളൊക്കെയാണ്. വാട്ട്സ് ഈസ് യുവർ നെയിം? Balarchik. Patros വാ. പത്രോസ് ഷൂസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ പാതി ഹോമം പോയ ചെമ്മരിയാട് നല്ല രസമുണ്ട്. അടിപൊളി. ബാബാ എന്തൊക്കെ രോഗം ഉണ്ടെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. പിന്നെ ഇത് കണ്ടില്ലേ വലിപ്പം എന്താ ഇത്ര നല്ല ഇതുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള ഈ സാധനം. നോക്കിയ. ഹലോ ബാബാ. No, why no? അത് അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഈ കൊമ്പ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നോ ബാഡ്.
അത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ആക്കുമ്പോൾ അത് കൊമ്പ് വെച്ച് താക്കുന്നു പാവം കേട്ടോ. പത്രോസ് മംഗോളിയൻ ഡ്രസ്സൊക്കെ ഇട്ടതാ, സുന്ദരനായല്ലോ. ഓ അടിപൊളി കേട്ടോ പത്രോസ്. ഇതാ അവിടെ താണ്ടേ ആട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീറ്റ് ആട് ഇറച്ചി തന്നെ, ആട്ടിന്റെ ഇറച്ചി തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ. ആട്ടിറച്ചി കഴിക്കുന്ന ആട് കൊള്ളാം. നമ്മൾ ഈ ഇൽസും കർസോങ്കായ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഏതൊരു സ്ഥലത്തിന്റെ പേരാണ്. ഞാൻ വിചാരിച്ചു ഇവര് പ്രാർത്ഥിക്കുന്നതെന്ന്. ഇവരിങ്ങനെ കുറെ നേരമായിട്ട് പറയുന്നു. അപ്പൊ ഞാനും ഇൽസും കർസോങ്കായ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഒരു ഡ്യൂണിന്റെ സ്ഥലമാണ് കേട്ടോ, അതായത് മരുഭൂമിയുടെ സ്ഥലം. എത്തിയിട്ടുണ്ട് ഇൽസും കർസോങ്കായിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഇൽസും കർസോങ്കായ്, അതായത് ഒരു മണലുള്ള ഡെസേർട്ട്. അത് തന്നെയാണ് സംഭവം. അതിനാണ് ഇത് ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷനും കൂടിയാണ്. ഈ മണലുള്ള സ്ഥലം ഫുള്ള് മണലാണ് ഇവിടെ. നമ്മൾ വിചാരിച്ച പോലെ അല്ല, മണല് അങ്ങ് വലിയ ഡൂണുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടി ഇതുപോലത്തെ ഇവരുടെ ഗിറൊക്കെ ഉണ്ട്. നല്ല വലിയ മണലുകളാണ്, ഡ്യൂണുകൾ നമുക്ക് അപ്പുറത്ത് പുറകുവശത്തായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഇർസും കർസോങ്കായ്. ഇവർക്ക് മണല് ഭയങ്കര ഇതാണെന്ന് തോന്നുന്നു, ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എല്ലാരും വന്നിട്ട് ഇവിടെ നിന്ന് കളിക്കുവാണ്. മണലത്ത് കളിക്കാൻ വേണ്ടി മാത്രം. ഭയങ്കര നല്ല തണുത്ത മണല്. എന്റെ അമ്മോ, ഓ ഇറ്റ്സ് സോ കോൾഡ്. റിമൂവ്. നല്ല തണുപ്പതാ, നല്ല തണുപ്പുണ്ട് ഇവിടെ. നമുക്ക് അടിപൊളി സൂര്യാസ്തമയം കാണാൻ സാധിക്കും. നല്ല രസമുണ്ട്. ഓ തണുപ്പെന്ന് പറഞ്ഞാൽ കാല് ഭയങ്കര തണുപ്പ്, ഫ്രീസ് ആവുന്ന തണുപ്പ്. പത്രോസ് വാട്ട് ആർ യു ഡൂയിങ്? പത്രോസ് എന്ത് ചെയ്യുവാ? സേനോ. പത്രോസ് മണലി കളിക്കാണ്, പത്രോസും ടീമും. ഏകദേശം അവിടുന്ന് ഇത് നമ്മൾ പോകുന്ന 20 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ മിനി ഗോബി എന്നാണ് അറിയപ്പെടുന്നത്. മംഗോളിയയിൽ പ്രധാനമായിട്ടുള്ള ഒരു മരുഭൂമിയാണ് ഗോബി ഡെസേർട്ട്. അതിന്റെ മിനി ഗോബി ഡെസേർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മളങ്ങനെ മിനി ഗോബി ഡെസേർട്ടിൽ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറുവാണ്. കാല് നല്ല ഫ്രോസ് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പത്രോസ് വായിലൊക്കെ കുറെ മണ്ണൊക്കെ തിന്നു. പത്രോസ് ഓക്കെ? നോ ഓക്കെ ഓക്കെ. അങ്ങനെ സമയം പുലർച്ചെ 2:30 മണിയായി. നമ്മൾ ലാസ്റ്റ് അവരുടെ കൂടെ മക്കളെയും അവരുടെ ഒരു ലോഡ് സാധനങ്ങളെടുത്ത് അവർ വെക്കേഷന് പോലെ ഒരു 10 ദിവസത്തേക്ക് അവരുടെ വില്ലേജിൽ ഗ്രാമത്തിൽ വന്നാണ് അവരുടെ അമ്മൂമ്മയുടെ വീട്ടിൽ. അപ്പോൾ പിന്നെ ലാസ്റ്റ് അവർ നമ്മളെയും കൊണ്ടുവന്നു. ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങി. ലാസ്റ്റ് ഇവിടെ എത്തി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീട് കാണാം. നല്ല ടയേർഡ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.